നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡിമാറ്റ് അക്കൗണ്ടുകളിൽ ഒന്നായ അപ്സ്റ്റോക്സിൻ്റെ ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ടിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. യാതൊരു രീതിയിലും ഒരു സ്റ്റോക്ക് ബൈ റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം ഓപ്പൺ ആക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആദ്യം തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഇൻവെസ്റ്റർ, ഒന്ന് ട്രേഡർ. അപ്പോൾ ഞാനിപ്പോൾ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ആഡ് ഫണ്ട് എന്നുള്ള സെക്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ 1000 ആഡ് ചെയ്യുവാണ്. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഫോൺ പേ ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇത്ര വളരെ സിമ്പിളായിട്ട് നമ്മൾ ഫണ്ട് ആഡ് ചെയ്തു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഫണ്ട് ആഡ് ചെയ്തതാണ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചത്. ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ചെറിയ മൈനസ് ബാലൻസ് ഉണ്ടായിരുന്നു, അത് ഒന്ന് പ്ലസ് മൈനസ് ആയിട്ട് 587 ബാലൻസ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം. വിഡ്രോ ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് ഫണ്ട് ആഡിങ്ങും വിഡ്രോയിങ്ങിൻ്റെയും ഓപ്ഷൻ വരുന്നത്. നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ മുകളിൽ തന്നെ ഓരോ ഇൻഡെക്സുകൾ മൂവ് ചെയ്യുന്ന കാണും. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറൻറ്റ്ലി ട്രേഡ് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോയുടെ വാല്യൂ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ എത്ര റിട്ടേൺ ഇപ്പോൾ നിലവിലുണ്ട്, എത്ര XIR ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്കിൽ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്, അപ്പോൾ അവിടെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിസ്കവർ മോർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ഇൻ ബോൺസ്, NPS, ഇൻഷുറൻസ് എടുക്കാനും, ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും കാർ ഇൻഷുറൻസും ബൈക്ക് ഇൻഷുറൻസും എല്ലാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനും FDയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ താഴെ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ നമുക്ക് റിട്ടയർ എയർലി, സേവ് എമർജൻസി, ബൈ ഡ്രീം ഹോം, ട്രാവൽ എബ്രോഡ്, സ്റ്റാർട്ട് ബിസിനസ്, ബൈ ഡ്രീം, പ്ലാൻ എ ബിഗ് ഫ്ലാറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പോൾ റിട്ടയർ എയർലി എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഉണ്ടോ, ഇവിടെ നമുക്ക് എത്ര എമൗണ്ട് വേണമെന്നുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിനുശേഷം സ്റ്റാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് മുമ്പോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വളരെ അഡ്വാൻസ് ആയിട്ട് സ്പെഷ്യൽ ഫ്യൂച്ചേഴ്സോട് കൂടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിവിടെ മെയിനായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് സ്റ്റോക്ക് സെയിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴത്തെ ഓപ്ഷൻ സ്റ്റോക്ക് സെയിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഒരുപാട് സ്റ്റോക്സ്, നമ്മുടെ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്സ് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ മുകളിൽ എക്സ്പ്ലോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടുഡേയ്സ് ഗെയിനേഴ്സ് കാണാൻ സാധിക്കുന്നു, ടുഡേയ്സ് ലോസേഴ്സ് കാണാൻ സാധിക്കുന്നു, 52 വീക്ക് ഹൈ കാണാൻ സാധിക്കുന്നു, 52 വീക്ക് ലോ സ്റ്റോക്കുകൾ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ താഴോട്ട് ഇവർ കുറച്ച് അഡ്വൈസറീസ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സ്റ്റോക്കുകൾ, ഇന്ന സ്റ്റോക്കുകൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കുറേ അഡ്വൈസറീസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് 100% സക്സസ്ഫുൾ ഒന്നും അല്ല, ഒരു 60-70% പ്രോബബിലിറ്റി, വിന്നിംഗ് പ്രോബബിലിറ്റി കിട്ടിയേക്കാം. അപ്പോൾ അതുപോലെ തന്നെ അപ് ട്രെൻഡ് സ്റ്റോക്സ് നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ സ്റ്റോക്കുകളെല്ലാം അപ് ട്രെൻഡിൽ പോകുന്നതാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഏറ്റവും മോസ്റ്റ് ബോട്ടഡ് സ്റ്റോക്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ HDFC ബാങ്കും തേജസ് നെറ്റ്വർക്കും ഒക്കെ മോസ്റ്റ് ബോർഡ് സ്റ്റോക്കുകളാണെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സ്മോൾ കേസ് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ETF ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഗോൾഡ് ETF ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓരോ കമ്പനികളുടെയും ഗോൾഡ് ETF കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ മിറാസെ അസറ്റിൻ്റെ ഗോൾഡ് ETF ഓപ്പൺ ആക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇന്നത്തെ ചാർട്ടും ഇന്നത്തെ പ്രൈസും കാണാൻ സാധിക്കുന്നുണ്ട്. 1 ഇയറിലെ ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 5 ഇയറിലെ ക്ലിക്ക് ചെയ്ത് 5 ഇയറിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. 142 രൂപയാണ് ഇതിൻ്റെ അകത്ത് പ്രൈസ് വരുന്നത്. നമ്മളിവിടെ ബൈ എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഈ ഗോൾഡുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ മ്യൂച്വൽ ഫണ്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള മൂന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, ലാർജ് ക്യാപ് ഫണ്ടുകൾ വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ലിസ്റ്റ് കിട്ടും. ലാർജ് ക്യാപ് ഫണ്ടുകൾ താഴെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ICICI പ്രൊഡൻഷ്യൽ ലാർജ് ക്യാപ് ഫണ്ടിനെ കുറിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതേ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് കാറ്റഗറി, അതുപോലെ തന്നെ മോർണിംഗ് സ്റ്റാർ റേറ്റിംഗ് എത്രയാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ CAGR റിട്ടേൺ, അതുപോലെ തന്നെ ഇൻഫർമേഷൻ, അതിൻ്റെ ഇൻഫർമേഷൻ, കംപ്ലീറ്റ് എക്സ്പെൻസ് റേഷ്യോ എത്രയാണ്, ഈ ലോക്കിൻ പീരീഡ് എത്രയാണ്, അതുപോലെ തന്നെ ബാക്കിയുള്ള 3 വർഷത്തിൽ ഇൻവെസ്റ്റ് മന്ത്ലി SIP ചെയ്ത ആൾക്ക് ഈ ഒരു ഫണ്ട് എത്ര റിട്ടേൺ തന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 1 by 1 ആയിട്ട് താഴെ കിടക്കുന്നുണ്ട്. ഓക്കെ, ടാക്സ് കാര്യങ്ങളെല്ലാം കിടക്കുന്നുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഇപ്പോൾ കാനറ റോബോക്കോ ലാർജ് ക്യാപ് ഫണ്ടിൽ നമുക്ക് ലംസമായിട്ട് ഇഷ്ടപ്പെട്ടു വാങ്ങണമെങ്കിൽ വൺ ടൈമിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് 5000 ആണെങ്കിൽ 5000 ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫോൺ പേ ഉപയോഗിച്ച് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. അതല്ല SIP ആയിട്ടാണ് ചെയ്യേണ്ടതിൽ അതിൽ SIP എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് മന്ത്ലി 1000 രൂപയുടെ SIP ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1000 ഇവിടെ കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഓട്ടോ പേ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ്. നമുക്കപ്പം ഈ രീതിയിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് സെക്ഷനിൽ പോയി മ്യൂച്വൽ ഫണ്ട്
ഫണ്ട് വാങ്ങാം, സ്റ്റോക്ക് പോയി സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് വാങ്ങാം, ന്യൂസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കമ്പനികളുടെയും അല്ലെങ്കിൽ ഓരോ ETF ബാക്കിയുള്ള സെഗ്മെൻറ്റുകളിലുള്ള ഓരോ കമ്മോഡിറ്റി ഐറ്റംസിൻ്റെയും ഇവിടെ ന്യൂസസും കാണാൻ സാധിക്കുന്നുണ്ട്. മോറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതുണ്ടോ, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ഗോൾഡ്, IPO, ബോണ്ട്, ഇതെല്ലാം പല പല അസറ്റുകളാണ്. അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഇൻഷുറൻസ് സെഗ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ലൈഫ് ഇൻഷുറൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലൈഫ് ഇൻഷുറൻസ് എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, കണ്ടോ, ഇവിടെ നമുക്ക് എത്രയാണ് ആനുവൽ ഇൻകം എന്നുള്ളതൊക്കെ ചോദിച്ച് നമുക്കത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെൽഫ് എംപ്ലോയിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസ് എടുക്കാം. അതുപോലെ തന്നെ കാർ ഇൻഷുറൻസ് ഉണ്ട്, ബൈക്കുണ്ട്, ഹെൽത്ത് ഉണ്ട്, ഗ്രൂപ്പ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലോൺസ്, പേഴ്സണൽ ലോൺ എടുക്കാൻ ലോൺ അഗസ്റ്റ് മ്യൂച്വൽ ഫണ്ട്, അതായത് മ്യൂച്വൽ ഫണ്ട് നമ്മുടെ ഹോൾഡിങ്ങിലുണ്ടെങ്കിൽ അത് അവിടെ വെച്ചിട്ട് അതിൽ നിന്ന് ലോൺ എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. NBS ഉണ്ട്. അതുപോലെ തന്നെ അപ്ലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് തന്നെ ഇതിനെക്കുറിച്ചൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവർ തന്നെ കോഴ്സസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ലിങ്ക്സ്, ടെലിഗ്രാം, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ഓപ്ഷൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഇതിൻ്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഇനി അപ്സ്റ്റോക്സ് ട്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക്, അപ്പോൾ ഇതാണ് ഞാനിപ്പം ഇൻവെസ്റ്റർ എന്ന ഒരു വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇവിടെ മോറിൽ പോയി നമുക്ക് ഇൻഷുറൻസ് എടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഞാൻ ഇതേ സാധനം തന്നെ ഞാൻ അപ്സ്റ്റോക്സ് ഫോർ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ സ്ട്രാറ്റജി ബിൽഡർ, GTT ഓർഡർ, മാർജിൻ, പ്ലെഡ്ജ്, ട്രേഡിംഗ് വ്യൂ, ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. അപ്പം ഒരുപാട് പുതിയ പുതിയ ടെക്നോളജി അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വന്ന ഒരു ആപ്ലിക്കേഷനാണ് അപ്സ്റ്റോക്സ്. അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ട്രേഡിങ്ങിലേക്ക് പോകുമ്പോൾ ഓപ്ഷൻസ്, സ്റ്റോക്സ്, മ്യൂച്വൽ ഫണ്ട്, IPO, കമ്മോഡിറ്റി, MDF, ഫ്യൂച്ചർ, ഇൻഷുറൻസ്, അഡ്വൈസറി, മോർ. അപ്പോൾ ഇവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ മാത്രമല്ല ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വേഷനിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കിവിടെ ഇൻഡെക്സുകൾ കാണാൻ സാധിക്കുന്നു. നമുക്ക് ഏത് ഇൻഡെക്സ് ആണോ ട്രേഡ് ചെയ്യേണ്ടത്, നിഫ്റ്റി എന്ന് പറഞ്ഞ ഇൻഡെക്സ് ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന നമുക്ക് എക്സാക്റ്റ് ആയിട്ട് ഒരു വ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈ 23,600 കോള് എന്നുള്ളതെടുത്ത് നമുക്ക് ഇത് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ ഒരു ട്രേഡായിട്ട് മാറ്റാം. ഒരിക്കലും ഞാൻ ഇത് ട്രേഡ് ചെയ്യാനല്ല പറയുന്നത്. ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ വന്ന് പഠിക്കാതെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ പോകാനാണ് ചാൻസ്. കൂടുതൽ ആളുകളുടെയും പൈസ പോയിട്ടേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ താഴോട്ട് വരുന്ന സമയത്ത് ഓപ്ഷൻ OI അനാലിസിസ് എല്ലാം വ്യക്തമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. PCR ഡേറ്റയുണ്ട്, മാക്സ് പെയിൻ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ സ്റ്റോക്സിലേക്ക് വരുമ്പോഴത്തേനും സ്റ്റോക്സിൻ്റെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റോക്സ്, ടുഡേസ് ഗെയിനേഴ്സ്, ടുഡേസ് ലൂസേഴ്സ്. അപ്പോൾ ടുഡേസ് ലൂസേഴ്സ് പിടിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ടാകും, 52 വീക്ക് ഹൈ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നവരുണ്ടാകും. അപ്പം അതുപോലെ തന്നെ ഇൻട്രാഡേ സ്ക്രീനേഴ്സ്, ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ ആവശ്യമുള്ളവർക്ക് നമുക്ക് മൊമെൻറ്റം കൂടുതൽ വരുന്ന സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഇവിടെ കിട്ടും. RSI ഓവർസോൾഡ് റീജിയണിലുള്ള സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഇവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഇവിടെ അഡ്വൈസറീസ് കിടക്കുന്നുണ്ട്. ഇവിടെ ടാറ്റ പവർ എന്ന് പറഞ്ഞ ഒരു അഡ്വൈസറി കിടക്കുന്നുണ്ട്. ഇതെന്താണ്, സ്റ്റോപ്പ് ലോസ് 353 ടാർഗറ്റ് 471 വരുന്നത്. 391 എൻട്രി വരുന്നത്. അപ്പോൾ 20% പൊട്ടൻഷ്യൽ ഉണ്ട് മുകളിലേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ. അപ്പം ഇതാണ് ഈ ഒരു അഡ്വൈസറി കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഇത് ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഓക്കെ, അത് ഡെലിവറി ട്രേഡാണ് വരുന്നത്. അപ്പം ഒരു ദിവസം കൊണ്ടല്ല, 2-3 ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ 5-10 ദിവസങ്ങൾ കൊണ്ടായിരിക്കും അത് ടാർഗറ്റ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിലേക്ക് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ 500 താഴെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വളരെ ചെറിയ കമ്പനികൾ ഇവിടെ കിടക്കുന്നുണ്ട്, വില കുറഞ്ഞ കമ്പനികൾ, അതായത് ട്രേഡിംഗ് പ്രൈസ് കുറഞ്ഞ കമ്പനികൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാനും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്, ചെറിയ എമൗണ്ടിൽ വേണമെങ്കിൽ. സ്മാർട്ട് SIP, സീറോ ഗസ് വർക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് AI ഭാരത് റൈസിംഗ് എന്ന് പറഞ്ഞ ഒരു തീമാണ്. ആ ഒരു തീം ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. ആത്മ നിർഭർ ഷീൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ബാങ്കിങ് ബറോസ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പം ഡ്രോൺ വാരിയേഴ്സ് വേണ്ടോ, ഡ്രോൺ സെക്ടറിലെ 4 സ്റ്റോക്സാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ SIP സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 വരുന്നത്. ഒന്നെന്താണ്, ഡേറ്റ പാറ്റേൺസ്, അതുപോലെ സെൻടെക്, ഐഡിയ ഫോർഗ്. അപ്പം ഈ ഒരു സ്റ്റോക്കുകൾ 3 സ്റ്റോക്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു 3 സ്റ്റോക്കുകൾ നമുക്ക് SIP സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റോക്കിൽ SIP ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ വീക്കിലി എന്നുള്ളത് മന്ത്ലി വേണമെങ്കിൽ മന്ത്ലിയിൽ ഈ 3 സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഡ്രോൺ സെക്ടറിൽ വരുന്ന 3 സ്റ്റോക്കുകളാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ അത് പുതിയൊരു ഫെസിലിറ്റിയാണ് ഇതൊക്കെ ഇവർ തരുന്നത്. ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്ത് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്കിവിടെ വേണമെങ്കിൽ ഇത് കണ്ടോ,
ഓട്ടോമോട്ടീവ്, IT സെക്ടറിൽ നമുക്കിപ്പം ഉള്ള സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. സീമെൻസ് ഓപ്പൺ ആക്കി അതിൻ്റെ അത് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുണ്ട് ETF-കളുടെ ട്രേഡിംഗ് ETF, ഗോൾഡ് ETF-കൾ കിടക്കുന്നുണ്ട്. നമുക്കിത് കണ്ടോ, ഗോൾഡ് ETF വാങ്ങണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാം. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് താഴെ 1 by 1 ആയിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ മ്യൂച്വൽ ഫണ്ട് എന്നുള്ള സെഗ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, ലാർജ് ക്യാപ് ഫണ്ട് വേണമെങ്കിൽ അവിടെ ഉണ്ട്, മിഡ് വേണമെങ്കിൽ മിഡ് ഉണ്ട്, സ്മോൾ ആണെങ്കിൽ സ്മോൾ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ സ്മോൾ ക്യാപ് ഫണ്ട് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം ഇൻവെസ്റ്റർ വേഷനിൽ പോയിട്ടാണെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് വേഷനിൽ വന്നിട്ടാണെങ്കിലും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് 1 ടൈമിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് 2500 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൽ കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ പേ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളാണ് ഓപ്ഷൻസ്. ഇനി നമുക്ക് ഇവിടെ IPOs അവൈലബിൾ ആണ്. IPOസിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഇതുണ്ടോ, ഇതൊക്കെ IPOs കിടക്കുന്ന IPOs ആണ് കണ്ടോ. ഇതെല്ലാം ഇപ്പം നമുക്ക് വാങ്ങാൻ പറ്റുന്ന IPOs ആണ്. ഇത് ക്ലോസ്ഡേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ലിസ്റ്റ് ആകാൻ പോകുന്ന IPOs ആണ്. ക്ലോസ് ചെയ്തു, ഇത് വാങ്ങാൻ പറ്റത്തില്ല, ഇനി ട്രേഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത IPOs ആണ്. ഓക്കെ, അപ്പോൾ അതിവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സെഗ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സിൽവറിലും അതുപോലെ തന്നെ ഗോൾഡ്, ക്രൂഡ് ഓയിൽ, ഇതിൻ്റെ അതെല്ലാം ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെ ഫെസിലിറ്റി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് MDF എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ അപ്സ്റ്റോക്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 4x ലിവറേജ് അല്ലെങ്കിൽ 3x ലിവറേജ് നമുക്ക് തരും. അപ്പം നമ്മുടെ കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിൽ അവർ 30,000 രൂപ പേ ചെയ്യും. നമുക്ക് ടോട്ടലായിട്ട് 40,000 രൂപയുടെ ഐറ്റം 10,000 രൂപ വെച്ച് നമുക്ക് ബൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ ചെറിയൊരു ഇൻട്രസ്റ്റ് പിടിക്കും ആ ബാക്കിയുള്ള 30,000 രൂപയ്ക്ക് മുകളിൽ. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ചെറിയൊരു ഷോർട്ട് പീരീഡിൽ നല്ല മൂവൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഡെലിവറി എടുക്കാൻ വേണ്ടി ഈ ഒരു MDF ഫെസിലിറ്റി യൂസ് ചെയ്യാം. അതല്ല നമ്മൾ ബൈ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് ടൈം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ ടാർഗറ്റിലേക്ക് വരുന്നത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിലേക്ക് പോകുന്നതെങ്കിൽ നമുക്കവിടെ നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരും. നമുക്ക് 30,000 രൂപയുടെ മുകളിൽ. അപ്പോൾ അത് നമുക്ക് നഷ്ടത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞതിൻ്റെ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചേഴ്സ് HDFCയുടെ എല്ലാം ഫ്യൂച്ചേഴ്സിലൊക്കെ ബൈ ചെയ്യാനുള്ള ഇതുണ്ടോ, HDFCയുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറുകൾ വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, 30 ജൂൺ 2026 ഫ്യൂച്ചർ 750 രൂപയ്ക്കാണ് HDFCയുടെ ട്രേഡ് ചെയ്യുന്നത്. 28 ജൂലൈയുടെ 754, 25 ഓഗസ്റ്റ് 757. അപ്പോൾ ഇത് നമുക്ക് ഫ്യൂച്ചർ വാങ്ങാനാണെങ്കിൽ ഇവിടെ പോയി ഫ്യൂച്ചർ വാങ്ങാം. അതുപോലെ തന്നെ നമുക്ക് ഇൻഷുറൻസ് വാങ്ങാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇവിടെ ഇൻഷുറൻസുകൾ കണ്ടോ, എല്ലാം സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് പോയി വാങ്ങാം. അഡ്വൈസറീസ് വീണ്ടും കിടക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ താഴോട്ട് 1 by 1 ആയിട്ട് ട്രേഡിംഗ് ഇൻ സ്റ്റോക്സ്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻ, ഇൻട്രാഡേ സ്ക്രീനർ, ട്രെൻഡിങ് സ്റ്റോക്സ്, ബിഗ് വിൻസ്, ഏണിങ്സ് കൂടിയ കമ്പനികൾ സെപ്പറേറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് മണി എൻട്രി എടുക്കുന്ന സ്റ്റോക്കുകൾ കാണിച്ചിട്ടുണ്ട്. ട്രെൻഡിങ് ഓപ്ഷൻസ്, ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ IPOs, ഇതെല്ലാം ഇൻഡെക്സ് ഓപ്ഷൻസ്, മൊമെൻറ്റം ഗെയിനേഴ്സ്, ലൈവ് മാർക്കറ്റ് സെക്ഷൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ നല്ല വെബിനാറുകളൊക്കെ നടത്തുന്നുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നോളജ് കൂട്ടാൻ വേണ്ടിയാണ്. ഇവിടെ ട്രെൻഡിങ് കമ്മ്യൂണിറ്റി ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ മൈ വാച്ച് ലിസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്കുകളോ നമുക്ക് ഇഷ്ടപ്പെട്ടത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാനിവിടെ ടാറ്റ മോട്ടേഴ്സിൻ്റെ മോട്ടേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് അതിൻ്റെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ആഡ് ചെയ്തു. ഇതുണ്ടോ, TMPV എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓർഡേഴ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന ഓർഡേഴ്സും ക്ലോസ് ആയ ഓർഡേഴ്സും ഇപ്പോൾ എക്സിക്യൂട്ട് ആകാത്ത ഓർഡേഴ്സും കാണാം. ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ആകാത്ത ഓർഡർ, ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ കംപ്ലീറ്റ് ആയത്. അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പൊസിഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ട്രേഡോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിങ്ങോ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. ഓക്കെ, നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എടുത്തിട്ടില്ല അതുകൊണ്ടാണ്. ബാക്കി ഹോൾഡിങ്സിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടോട്ടലായിട്ടുള്ള ഹോൾഡിങ്സ്, സ്റ്റോക്ക് ഹോൾഡിങ്സ് കാണാൻ പറ്റും. മ്യൂച്വൽ ഫണ്ടേ ക്ലിക്ക് ചെയ്താൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിങ്സ് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഓരോ ഓപ്ഷൻസ്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങാം. ഇപ്പോൾ കല്യാൺ ജുവലേഴ്സ് ഞാൻ ഓപ്പൺ ആക്കി. അപ്പം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ ഇതുണ്ടോ, അതിൻ്റെ ചാർട്ട് കാണാൻ സാധിക്കുന്നു. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. വ്യൂ എയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുണ്ടോ,
ഇതിൻ്റെ കംപ്ലീറ്റ് ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ FXL പോയി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ വോളി ആഡ് ചെയ്യണമെങ്കിൽ വോളിയം എന്ന് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താണ് VWAP ആഡ് ചെയ്യണമെങ്കിൽ VWAP എന്ന് പറഞ്ഞ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ VWAP വന്നിട്ടുണ്ട്. കണ്ടോ VWAP വന്നിട്ടുണ്ട്. ഇതാണ് VWAP. ഇത് മൂവിങ് ആവറേജ് ആണ്. ഞാൻ നേരത്തെ മൂവിങ് ആവറേജ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് VWAP ആണ്. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കാം. സ്റ്റൈൽ ഇതിൻ്റെ കളർ മാറ്റി ഞാൻ റെഡ് ആക്കുവാണ്. തിക്നെസ് കൂട്ടി. ഓക്കെ, ഇതുണ്ട്. ഈ റെഡിൽ വന്നാണ് VWAP. അപ്പോൾ ഇങ്ങനെ ഇടാം. നമുക്ക് ക്യാൻഡിൽസ്റ്റിക് ചാർട്ട് ഉപയോഗിച്ച് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നടത്താം. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാം. ഓക്കെ, ഇങ്ങനെയുള്ള ട്രെൻഡ് ലൈനും കാര്യങ്ങളൊക്കെ ഡ്രോ ചെയ്യാം. ജസ്റ്റ് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ആ ഒരു സ്റ്റോക്കിനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പോൾ സമ്മറി, അതിൻ്റെ താഴെ തന്നെ ഫണ്ടമെൻ്റൽ സമ്മറിയും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പെർഫോമൻസ് അല്ലെങ്കിൽ വാല്യുവേഷൻ, ഏണിങ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പാസ്റ്റ് റിട്ടേൺസ്, നിഫ്റ്റി ആയിട്ടുള്ളൊരു കമ്പാരിസൺ, സിമിലർ സ്റ്റോക്സ്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സിമിലർ സ്റ്റോക്സ്, ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് മാർക്കറ്റ് ഡെപ്ത്, ചാർട്ട്സ്, ഓപ്ഷൻസ്, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഓപ്ഷൻ ആൻഡ് ചെയിനിൻ്റെ അകത്ത് കല്യാൺ ജുവലേഴ്സിൻ്റെ പുട്ട് ആൻഡ് കോൾ, അതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ സിമ്പിളായിട്ട് വാങ്ങണമെങ്കിൽ ഇവിടെ ബൈ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ എത്ര ക്വാണ്ടിറ്റി, ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ക്വാണ്ടിറ്റി എന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ബൈ 2 MTF എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ MTF എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. നമുക്ക് 587 ഉള്ളൂ നമ്മുടെ ബാലൻസ് എങ്കിലും 2 ക്വാണ്ടിറ്റി വാങ്ങാൻ പറ്റും. നോർമലായിട്ടാണെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയാണ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഞാൻ മാർക്കറ്റ് പ്രൈസിൽ തന്നെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പം എത്രയാണ് 336.90 എന്നുള്ളതിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഡെലിവറി സെലക്ട് ചെയ്ത് കൊടുത്തു, ബൈ സെലക്ട് ചെയ്ത് കൊടുത്തു. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓർഡർ കംപ്ലീറ്റ് ആയി. വ്യൂ പൊസിഷനിലേക്ക് പോയി കഴിയുമ്പോൾ കണ്ടോ ഇവിടെ കല്യാൺ ജുവലേഴ്സ് ഒരു ക്വാണ്ടിറ്റി 337 എന്നുള്ള പ്രൈസിൽ ബൈ ആയിട്ടുണ്ട്. അത് ഡെലിവറിയാണ് നമ്മുടെ ഹോൾഡിങ്സിലേക്ക് വന്നോളൂ. ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ബൈ ചെയ്തത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. ഈ ഒരു രീതിയിൽ നമുക്ക് നിഫ്റ്റിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ചാർട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. നമുക്ക് പഠനങ്ങൾ നടത്താം. നിഫ്റ്റിയുടെ ചാർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പഠനങ്ങൾ നടത്താം. അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിൻ ഉണ്ട്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ട്രാറ്റജീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഡിപ്ലോയ് ചെയ്യാം. 14,914 വേണം ഈ ഒരു സ്ട്രാറ്റജി ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടി. മാക്സിമം പ്രോഫിറ്റ് അൺലിമിറ്റഡ് ആണ്. മാക്സിമം ലോസ് 11,000 രൂപയാണ്. അതിൻ്റെ വിന്നിങ് പ്രോബിലിറ്റിയും ട്രേഡ് ഡീറ്റെയിൽസും എല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വ്യൂ ഗ്രാഫ് ഇതുണ്ടോ, വ്യൂ ഗ്രാഫും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്. വളരെ ഒരുപാട് ഫ്യൂച്ചേഴ്സ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതുവരെ ബാക്കിയുള്ള ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ് വന്ന ഒരു ക്രിയേറ്റീവ് സ്ട്രാറ്റജി ബിൽഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യാം. നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൻ്റെ POFും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനുള്ള ഓപ്ഷൻസും എല്ലാം ഉണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായി ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോയുടെ താഴെ അക്കൗണ്ട് ഓപ്പണിംഗ് ആക്കാനുള്ള ലിങ്ക് ഉണ്ട്. അപ്പം അപ്സ്റ്റോക്സിൻ്റെ ശരിയായ അക്കൗണ്ട് ഓപ്പൺ ആക്കാനുള്ള ലിങ്കാണ് താഴെ കിടക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് അക്കൗണ്ട് ഓപ്പൺ ആക്കി യൂസ് ചെയ്യാം.